അത്തരത്തിലുള്ള ഒരു സമരശൈലി കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരശൈലി നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണമെന്നും ജയിപ്പിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. മാഗസിൻ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ചീഫ് എഡിറ്ററായ ഷഫീഖിനെയും ഏറ്റുവാങ്ങുന്നതിനായി സിഒന്റെ ബോഡി യൂണിറ്റ് പ്രസിഡന്റ് അംജദിനെ ക്ഷണിച്ചുകൊണ്ടുവരുന്ന ഏവർക്കും സിഒയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ കേരളീയ വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിന്റെ പുതിയ ഒരു സർഗാത്മകമായ ഒരു സമര ശൈലിയിലേക്കാണ് സിഒന്റെ കുന്നംകുളം യൂണിറ്റ് ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഒരുപക്ഷെ ഫാസിസത്തിന്റെയും അക്രമത്തിന്റെയും ഒക്കെ ശൈലി സ്വീകരിച്ചുകൊണ്ട് പല വിദ്യാർത്ഥികളിൽ മുന്നോട്ട് വരുമ്പോൾ കേരളത്തിന്റെ സർഗാത്മക വിദ്യാർത്ഥികളുടെ സർഗാത്മകത ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു കലാലയത്തിൽ ഇറങ്ങേണ്ട കോളേജിന്റെ മാഗസിൻ, ഒരു വിദ്യാർത്ഥിയുടെ കലാലയത്തിന്റെ മുഴുവൻ സർഗാത്മകതയും മുഴുമ്പ് നിൽക്കേണ്ട കോളേജ് മാഗസിൻ, അതും കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട കോളേജ് മാഗസിൻ ഇന്ന് ജനുവരി 20-ാം തീയതിയായിട്ട് പോലും നമ്മുടെ ഗതികേട് എന്ന് പറയാം, നമുക്കൊരു കലാലയത്തിൽ നമുക്ക് ഇതുവരെ മാഗസിൻ ഇറങ്ങിയിട്ടില്ല. എത്രയോ ആവശ്യപ്പെടുന്നത് ഈ കലാലയത്തിന്റെ ക്യാമ്പസിൽ ഈ വർഷത്തെ മാഗസിൻ ഇറക്കണമെന്നല്ല, കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട മാഗസിൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നതാണ് നമുക്ക്. ഈ കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട മാഗസിനാണ് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ജനുവരി അവസാനത്തോട് കൂടി കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെ മാഗസിൻ പുറത്തിറങ്ങിയിട്ടില്ല. അടുത്ത വർഷത്തെ മാഗസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേയില്ല. എവിടെയാണ് വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് പഠിക്കണമെന്നിറങ്ങുമ്പോൾ ഒരു കലാലയത്തിന്റെ സർഗാത്മകതയും കലാലയത്തിന്റെ ഓർമ്മകളൊക്കെ ആവേണ്ട ഒരു കലാലയ മാഗസിൻ കയ്യിലില്ലാതെ നിങ്ങൾ തോന്നുന്നത്. ഇവിടെ തുടക്കമിടുന്നത് ഒരു പുതിയ സമരശൈലിയാണ്, ഒരു പുതിയ സർഗാത്മക സമരശൈലിയാണ്. ഈ ഒരു സമരശൈലിയിലേക്ക് ഒരു സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു വിപ്ലവ അണിനിരക്കുന്നത് ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിരന്തരമായി കൊണ്ട് സമരത്തിലാണ് ഉന്നയിച്ചത് ഈ ഒരു സമരം ലക്ഷ്യം കാണുന്നതുവരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ഒരു മാഗസിൻ എന്ന് പറയുന്നത് കേവലം 1000 രൂപ കൊണ്ട് മാത്രം ഇറങ്ങിയ ഒരു മാഗസിനാണ്. ഒരുപക്ഷെ മാഗസിൻ വായിക്കുന്ന നിങ്ങൾക്ക് അതിന്റെ പുറംചട്ടയിലുള്ള ഒരു പരസ്യം കൊണ്ട് മാത്രം ഇറങ്ങാവുന്ന മാഗസിൻ. എത്രയോ തരത്തിൽ വെറും 2 ദിവസം കൊണ്ടാണ് ഈ മാഗസിൻ ഇറങ്ങിയിരിക്കുന്നത്. 2 ദിവസത്തിന്റെ പ്രവർത്തനം കൊണ്ട് 1.5 വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മാഗസിൻ നടത്തുവാൻ സാധിച്ചിട്ടില്ല?
2 വർഷക്കാലമായി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കാശ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മാഗസിൻ ഇറക്കേണ്ടതാണ്. ആ മാഗസിൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സ്വാഭാവികമായി പുതിയ പ്രവർത്തന ശൈലിയാണ്, പുതിയൊരു സമര ശൈലിയാണ്. ഈ സമര ശൈലിയുടെ എസ്യോ ഉയർത്തി കാണിക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ പുതിയ മാഗസിനിലെ അതുപോലെ തന്നെ പ്രകാശനത്തിലൂടെ അവതരിപ്പിക്കുന്നത് 2 ദിവസം കൊണ്ട് ഒരു മാഗസിൻ എടുക്കാം. അത്തരത്തിൽ ഒരു മാഗസിൻ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് മാത്രം കാണിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ ഈ ഒരു മാഗസിൻ എല്ലാവിധ പണിയും തീർത്ത ഈ മാഗസിന് വേണ്ടി എല്ലാവിധ ഓട്ടവും ഓടിയ ചീഫ് എഡിറ്ററായ ഷിബിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ല കലാലയ മാഗസിൻ തന്നെയാണ് പുറത്തിറങ്ങിയതെന്ന ഒരു അഭിപ്രായത്തിൽ ഷിബിനെ എല്ലാവിധ അഭിനന്ദനവും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ പിടിക്കടാ കയ്യറി അവർക്കും ഇവിടെ